എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയതായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ശരിയായ താല്പര്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് റിസർച്ചാണ് നിങ്ങളുടെ പാഷനെങ്കിൽ ജസ്റ്റ് ഗോ അഹെഡ്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് തന്നെയാണ്. ഐസർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസിന് ഈ കുട്ടികളെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ ഇത് കോൺടാക്റ്റ് ഒക്കെ തരും. അപ്പോൾ ആ കുട്ടികളൊക്കെ കൂടുതലും IISc, ഐസർ ഇത്തരത്തിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചവരാണ്. അവിടുത്തെ പ്രൊഫസർ, അബ്രോഡുള്ള പ്രൊഫസേഴ്സാണ് പറയുന്നത്, എന്താ പറയുക, ഐസറിലാണല്ലേ, ഇവിടെയും കുറേ ഐസറിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബർട്ട് മാത്യൂസ് ആണ്. സോ നമുക്ക് ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം ആൽബർട്ടിനെ. ആൽബർട്ട്, വെൽക്കം ടു ഹർഷ. അപ്പോൾ ആൽബർട്ട് ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് ആൽബർട്ട് മാത്യു. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിലത്തെ ഒരു സ്കൂളിലാണ്. അതിനുശേഷം ഞാൻ നവോദയ സ്കൂളിൽ പോയി. 12ാം ക്ലാസ് വരെ ഞാൻ നവോദയ JNV കണ്ണൂരിലാണ് പഠിച്ചത്. അതിനുശേഷം ഐസറിലേക്ക് അതിനുശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഐസറിലോട്ട് പോയത്. അതിനുശേഷം ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ +2 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പോപ്പുലർ ആയിട്ട് 2 സ്ട്രീം ആണല്ലോ ഉള്ളത്. ഒന്ന് മെഡിസിനും പിന്നെ ഒന്ന് എഞ്ചിനീയറിംഗും. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഒരു അത്രയധികം പോപ്പുലർ അല്ലാത്ത ഐസർ എന്ന് പറഞ്ഞ സ്ട്രീമിലേക്ക് വരുന്നത്? എനിക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് ഞാനൊരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിരുന്നു. ഇൻസ്പയർ എന്ന് പറഞ്ഞൊരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ ഞാൻ അവിടെ അത് റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ ഒരുപാട് സയൻറ്റിസ്റ്റിനെ കാണാനും, എന്താണ് ഐസർ, എന്താണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പലതരം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ അവർ പഠിപ്പിച്ചു തന്നിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഐസറിലോട്ട് വരാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത്. അപ്പം 10ാം ക്ലാസ് തൊട്ട് തന്നെ ഐസറിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പം ആൽബർട്ട് ഇപ്പൊ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് ഒരു വർഷം ഡ്രോപ്പ് എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഐസറിൽ ജോയിൻ ചെയ്തിരുന്നത്. അതെ അതെ. അപ്പം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, എഞ്ചിനീയറിംഗ് കോച്ചിങ് തന്നെയായിരുന്നു ഞാൻ എടുത്തത്. കാരണം ഐസറിൽ പോകേണ്ടവരും ഈ ഒരു എഞ്ചിനീയറിംഗ് കോച്ചിങ് തന്നെയാണ് സാധാരണ എടുക്കാറുള്ളത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് ഒന്നും ഇല്ല. കാരണം ബയോളജി നമ്മൾ പഠിക്കേണ്ടി വന്നിരുന്നു. പക്ഷെ ഞാൻ +2 ബയോമാക്സ് ആയതുകൊണ്ട് എനിക്ക് ബയോളജി അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് പോയി ഐസറിന്റെ എക്സാമിന്റെ. അപ്പം ഐസറിൽ ആഗ്രഹിച്ച് തന്നെയാണ് അപ്പം എത്തിയതിന് ശേഷം ഐസറിൽ എത്തുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം എത്തുന്ന സമയത്ത് തന്നെ PhD പെർസ്യൂ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റും ആയിട്ടാണോ വന്നത്, അതോ എത്തിയതിന് ശേഷം ആ ഒരു എവല്യൂഷൻ സംഭവിക്കുകയായിരുന്നു? അല്ലല്ല, ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ PhD, പോസ്റ്റ് ഡോക്, അക്കാഡമിക് ഏരിയ അങ്ങനെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് ഏകദേശം ഏത് സമയത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പോകേണ്ടത്? അത് ഞാൻ ഐസർ കോച്ചിങ് തുടങ്ങുന്ന ആ സമയത്ത്, മീൻസ് എഞ്ചിനീയറിംഗ് കോച്ചിങ്ങിന്റെ ആ സമയത്ത് തന്നെ ഞാൻ ഏകദേശം, അതായത് ഐസറിലേക്ക് പോകുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആക്കി വെച്ചിരുന്നു. ഇപ്പൊ ആൽബർട്ട് പറഞ്ഞു ഐസറിൽ പോകുന്നത് PhD പെർസ്യൂ ചെയ്യണം, അങ്ങനെ ഒരു സയന്റിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. ഈ PhDക്ക് പോകാനുണ്ടായിരുന്ന അല്ലെങ്കിൽ ഐസറിൽ ജോയിൻ ചെയ്യാനുണ്ടായിരുന്ന ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐസർ കഴിയുമ്പം ഐസറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ആസ്പിറേഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഒരു സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വൗ ഫാക്ടർ, അതിലേക്ക് എങ്ങനെയാണ് ആൽബർട്ട് എങ്ങനെയാണ് ഇൻസ്പയർഡ് ആയിരുന്നത്? അത് തീർച്ചയായും ഞാൻ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലെ ക്യാമ്പിന് ശേഷമാണ്. ക്യാമ്പിൽ ഒരുപാട് സയന്റിസ്റ്റിനെ കാണാൻ പറ്റി. അവരുടെ രീതികൾ, എങ്ങനെയാണ് ഒരു റിസർച്ച് ലൈഫ് എന്നൊക്കെ അവിടുന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഒരു വോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയതായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, എന്തെങ്കിലും പ്രൊഫഷൻ നമ്മളിപ്പോൾ ഒരു ജോലിയാണെങ്കിലും എന്താ പറയുക, എപ്പോഴും ഒരു സെയിം സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ റിസർച്ച് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ റിസർച്ച് ചൂസ് ചെയ്തത്. അപ്പം ആൽബർട്ട് ഐസറിൽ ജോയിൻ ചെയ്തു. ഐസറിൽ ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ഐസറിനെ കുറിച്ച് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആൻഡ് ജോയിൻ ചെയ്തതിനു ശേഷം അവിടുത്തെ റിയാലിറ്റി ഉണ്ടാവും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഐസറിൽ എത്തിയതിനു ശേഷമുള്ള എക്സ്പീരിയൻസുകൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആയിരുന്നു. മോർ ദാൻ എക്സ്പെക്ടഡ്. കാരണം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അവിടുത്തെ റിസർച്ച് ലൈഫ്, എന്താ പറയുക, റിസർച്ച് ഓറിയന്റഡ് ആയിരുന്നു അവിടുത്തെ സ്റ്റഡീസ് എല്ലാം. ആദ്യത്തെ വർഷം എല്ലാം പഠിക്കേണ്ടി വന്നു. എന്താ പറയുക, റിസർച്ചിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഉള്ള എന്താ പറയുക കോഴ്സ് വർക്കുകൾ. അത് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിരുന്നു.
ആൽബർട്ട് ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതെ. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. ഉം. അപ്പം ഇപ്പം അവിടെ ഉള്ള വർക്ക് എന്തൊക്കെയാണ്, എന്തിനെ കുറിച്ചാണ് ഉള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒപ്റ്റിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റിനെ നാനോ സ്കെയിലിൽ മാനിപ്പുലേറ്റ് ചെയ്യുക. മെറ്റാ സർഫേസസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ലൈറ്റിനെ നാനോ സ്കെയിലിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ജാർഗൻസ് ഒരുപാട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോമൺ ഓഡിയൻസിന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപക്ഷെ എന്താണ് റിസർച്ച് എന്ന് പറയുന്നതിലുപരി റിസർച്ച് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ ഈവൻ കോമൺ പീപ്പിളിനും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഈ റിസർച്ചിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഓക്കെ. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം അമിത് ഉപയോഗിക്കുന്ന ഈ ഗ്ലാസ് തന്നെ ഇത് ഒരു ഒപ്റ്റിക്കൽ കമ്പോണന്റ് ആണ്. അപ്പോൾ ഇതൊരു ബൾക്കി ഒപ്റ്റിക്കൽ കമ്പോണന്റ് ലെൻസ് ആണത്. അതൊരു ബൾക്കി ഒപ്റ്റിക്കൽ കമ്പോണന്റ് ആണ്. അപ്പോൾ അതുപോലെ ഇത്തരത്തിലുള്ള ബൾക്കി ഒപ്റ്റിക്കൽ കമ്പോണന്റിനെ നമ്മൾ നാനോ സ്കെയിൽ അതായത് 10⁻⁹ മീറ്റർ, അതായത് 0.0000 എക്സെട്ര 1 ആ ഒരു സ്കെയിലിലോട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യും. ചിപ്പ് സ്കെയിലിലോട്ട് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ലെൻസുകൾ, ആ ചിപ്പ് സ്കെയിലുള്ള ലെൻസുകൾ ഉണ്ടാക്കാനും അത് ഇപ്പോഴത്തുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ യൂസ് ചെയ്യാനും അങ്ങനെ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ലേസേഴ്സ് ഉണ്ടാക്കാനും അങ്ങനത്തെ ഒരുപാട് യൂസസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഒരുപാട് യൂസസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡാണ് മെറ്റാ സർഫേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഇതുപോലെ പറഞ്ഞ സംഭവങ്ങളൊക്കെ പോപ്പുലർ ആയി മാറിയാൽ എന്ത് അഡ്വാൻസ്മെന്റ് ആണ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുക? ഇപ്പം എന്റെ കണ്ണടേന്റെ കാര്യം പറഞ്ഞതുപോലെ അതേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കണ്ണടയൊക്കെ തിന്നറായി മാറും. ലെൻസസ് ഒക്കെ കൂടുതൽ തിന്നായിട്ട് മാറും. അപ്പം നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കൂടുതൽ ഒപ്റ്റിക്കൽ ഗാഡ്ജറ്റ്സ് ഒക്കെ കൂടുതൽ കോമ്പാക്റ്റ് ആയിട്ട് മാറും. കൂടുതൽ നമ്മൾ ലേസേഴ്സ് അതുപോലത്തെ സാധനങ്ങളൊക്കെ, ലേസറിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസുകൾ, അതൊക്കെ നമുക്ക് ഭയങ്കര കോമ്പാക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ കമ്പോണൻസ് ഒക്കെ ഭയങ്കര കോമ്പാക്റ്റ് ആക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ ഹോളോഗ്രാംസ്, ചെറിയ രീതിയിൽ നാനോ ഹോളോഗ്രാംസ് ഒക്കെ നമുക്കിങ്ങനെ 3Dയിൽ നമുക്ക് ഹോളോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു റിസർച്ചാണ് ഈ മെറ്റാ സർഫേസ് എന്ന് പറയുന്ന ഫീൽഡിലൂടെ നടക്കുന്നത്. അപ്പം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസർച്ച് ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പൊ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡാണ് അത്. ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ റിസർച്ചിനെ കുറിച്ചൊക്കെ ഏതൊരു സമയത്താണ് ആൽബർട്ട് അറിഞ്ഞു തുടങ്ങുന്നത്? ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ? ആ ഒരു ടൈം എപ്പോഴായിരുന്നു? ആൻഡ് എങ്ങനെയാണ് ഈ റിസർച്ചിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്? തീർച്ചയായിട്ടും അത് ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്. ഏകദേശം ഏതൊരു സ്റ്റേജിലാണ്? 4th ഇയർ 5th ഇയർ ആ ഒരു സമയത്താണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അപ്പൊ ഈ ഒരു ഫീൽഡ് എന്താന്നൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു PhD പൊസിഷൻ ഈ ഒരു ഫീൽഡിൽ തന്നെ അക്വയർ ചെയ്യുന്നത്? ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത്? ഓക്കെ. ഞാൻ 4th ഇയർ 5th ഇയറിലൊക്കെ ഞാൻ എൻ്റെ മേജർ പ്രൊജക്ട് ചെയ്തത് ഒപ്റ്റിക്സിലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം ഒപ്റ്റിക്സിൽ തന്നെ എൻ്റെ PhD ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം ഒപ്റ്റിക്സിൽ എന്താണ് നല്ലൊരു ഗ്രൂപ്പ് കിട്ടുക എന്നുള്ളതാണ് PhDയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അപ്പം നല്ലൊരു ഗ്രൂപ്പ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു ഗ്രൂപ്പ് കണ്ടു. അപ്പം അവിടെ നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇതിനെക്കുറിച്ച് നടക്കുന്ന വർക്കുകൾ എന്താണെന്ന് നോക്കി. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു ഫീൽഡ്. മെറ്റാ സർഫേസസ് എന്ന് പറഞ്ഞ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യലും ഫ്യൂച്ചർ സ്കോപ്പൊക്കെ ഉള്ള ഒരു ഫീൽഡായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ആണ് ഞാനത് ചൂസ് ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് വായിച്ചു, പേപ്പറുകളിലൂടെ വായിച്ചു. അങ്ങനെയാണ് അതൊരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാനത് ചൂസ് ചെയ്തു. ഇപ്പം ആൽബർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ QS വേൾഡ് റാങ്കിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. ടോപ്പ് 30 വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ വരുന്ന PhDന്റെ ആപ്ലിക്കേഷനും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആവും. അപ്പം ആ കോമ്പറ്റീഷനൊക്കെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഓക്കെ. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് തന്നെയാണ്. ഐസർ എന്ന് പറയുന്നതിന് ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം പകുതി കിട്ടിയാലാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കിട്ടൂല എന്നല്ല, പക്ഷേ ബ്രാൻഡ് വാല്യൂ ഒരു സ്പെസിഫിക് ഫാക്ടർ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി പോലത്തെ ഓസ്ട്രേലിയയിലത്തെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങൾക്കൊരു പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്കോളർഷിപ്പിന് നിങ്ങൾ കോമ്പറ്റീറ്റീവിന് ആവുള്ളൂ. അതുകൊണ്ട് പബ്ലിക്കേഷൻ ഒരു ഫാക്ടറാണ് ഓസ്ട്രേലിയയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ്, ആ ഒരു ഫീൽഡിൽ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് അവർ ഇൻ്റർവ്യൂ ചെയ്യുകയും അത് എടുക്കുകയും ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ CV എന്താണ് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ്സ്, അതൊക്കെ മാറ്റർ ചെയ്യും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നപ്പം ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ
അപ്പൊ ഓക്കെ, ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോളേജിൽ പഠിക്കുക, ഐസർ, IISc, നൈസർ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക, NIT, IITസിലൊക്കെ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതെ. ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരു കുട്ടി എന്താണ് പ്രാക്ടിക്കലി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഗ്രാജുവേഷൻ ലെവലിൽ തന്നെ ഒരു റിസർച്ച് പബ്ലിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക? ഓക്കെ, അത് ഐസറിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ദിശാബോധം ഉണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ എന്താണ് 5 വർഷത്തിന് ശേഷം നിങ്ങൾ ഏത് ഫീൽഡിലാണ് PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ദിശാബോധം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ലാബിൽ കയറി പറ്റാൻ പറ്റും. മറ്റേ ഐസറിലൊരു ലാബിൽ നിങ്ങൾക്ക് കയറി പറ്റാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലാബിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 4 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 1, 2, 3 പേപ്പറുകൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഒരു പേപ്പർ തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അബ്രോഡുള്ള യൂണിവേഴ്സിറ്റികളിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസറിൽ അത്തരത്തിലുള്ള PhD സ്റ്റുഡൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് തന്നെ അവരുടെ മേൽനോട്ടത്തിലുള്ള വർക്കുകളും എല്ലാം നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനപ്രദമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അതിൽ നിന്ന് തന്നെ കിട്ടും. കൂടാതെ പബ്ലിക്കേഷൻ. ആൽബർട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ? ഈ ANU അപ്ലൈ ഞാനൊരു പബ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നു. പബ്ലിഷ് ആയിട്ടില്ലായിരുന്നു. പക്ഷേ എന്നോട് ചോദിച്ചത് ആ പബ്ലിക്കേഷൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞ് അവർ ചോദിച്ചു. അപ്പം ഞാനത് സബ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ ഏകദേശം ഒരു നിർബന്ധമായിട്ടുള്ള ക്രൈറ്റീരിയ ഓസ്ട്രേലിയയിൽ അതിന് നിർബന്ധമായിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അപ്പം ഇപ്പൊ ആൽബർട്ട് പറഞ്ഞു കഴിഞ്ഞു, ഐസർ പോലെയുള്ള ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡ് വാല്യൂ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് PhDയിൽ ഔട്ട് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ PhD അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി. ഈ ഒരു ഐസർ അല്ലെങ്കിൽ നൈസർ, IISc ഒക്കെ ഒരു ബ്രാൻഡ് ആണ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും ആൽബർട്ടിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ഞാൻ 5th ഇയറിൽ PhDക്ക് അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിലാണ് അതെനിക്ക് കൂടുതലും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ അപ്ലൈ ചെയ്തിരുന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് റിപ്ലൈസ് ഒക്കെ വന്നിരുന്നു. പോരാത്തതിന് ചില സമയത്ത് ഒരുപാടല്ല, അത്യാവശ്യം റിപ്ലൈസ് ഒക്കെ വന്നിരുന്നു. അതിനുശേഷം ഇവർ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പം അവിടുത്തെ പ്രൊഫസർ, അബ്രോഡുള്ള പ്രൊഫസേഴ്സാണ് പറയുന്നത്, എന്താ പറയുക, ഐസറിലാണല്ലേ, ഇവിടെയും കുറേ ഐസറിൽ നിന്നുള്ള കുട്ടികളുണ്ട്, ഐസറിലുള്ള സ്റ്റാൻഡേർഡിനെ കുറിച്ചൊക്കെ അവരപ്പം ആ സമയത്ത് വിശദീകരിക്കുമ്പോഴാണ് എനിക്ക് ഐസർ ഒരു ബ്രാൻഡാണെന്നും ഐസർ IISc അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഒരു ബ്രാൻഡാണെന്നും അവിടെയുള്ള കുട്ടികളൊക്കെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഐസർ, നൈസർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വന്നവരാണ്. അപ്പം അവരുമായിട്ട് അവർ കോൺടാക്റ്റുകളൊക്കെ തരും. നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻസിന് ഈ കുട്ടികളെ, ഇന്ത്യൻ സ്റ്റുഡൻസിനെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ ഇത് കോൺടാക്റ്റ് ഒക്കെ തരും. അപ്പോൾ ആ കുട്ടികളൊക്കെ കൂടുതലും IISc, ഐസർ, നൈസർ ഇത്തരത്തിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചവരാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എബ്രോഡും നമ്മുടെ ഐസർ, നൈസർ അല്ലെങ്കിൽ IISc തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഈ ഐസറിൽ പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമുക്കൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ട്. അപ്പൊ നമ്മള് ആദ്യത്തെ 2 വർഷം എല്ലാ സബ്ജക്റ്റുകളും പഠിക്കും. അതിനുശേഷം മൈനറും മേജറും, നമുക്ക് ഇഷ്ടമുള്ള മൈനറും മേജറും ചൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് റിസർച്ച് ലൈഫിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം റിസർച്ച് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എപ്പോഴും സംതിങ് ന്യൂ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം, ആ ഒരു രീതിയാണ്. അപ്പം നമ്മളിപ്പം ഇപ്പോൾ ബയോഫിസിക്സ് ആണെങ്കിൽ, ബയോഫിസിക്സിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബയോളജിയിൽ ഇന്റർ ഡിസിപ്ലിനറിയിൽ നമ്മൾ ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ബയോളജിക്കൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഐസറിൽ ഇത്തരത്തിലുള്ള ഈ ഒരു 4 സബ്ജക്റ്റുകളും പഠിക്കണം എന്നുള്ള ഒരു കരിക്കുലം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാരണം പുറത്ത് നമ്മൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ ഫിസിക്സിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബയോഫിസിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പോഷർ കിട്ടൂല. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ആൽബർട്ടിന്റെ വർക്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇന്റർ ഡിസിപ്ലിനറി എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിന്റെ ആവശ്യം വന്നിട്ടുണ്ടോ ഈ വർക്കിന്? എൻ്റെ ഫീൽഡിൽ മാത്തമാറ്റിക്സിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ കൂടുതലും ക്വാണ്ടം മെറ്റീരിയൽസിലാണ് എൻ്റെ 5th ഇയർ പ്രൊജക്റ്റ് വർക്ക് ചെയ്തത്. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് എനിക്ക് കൂടുതലും പ്രയോജനപ്രദമായിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇപ്പം നമ്മളുടെ കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കുന്ന ഐസർ ആസ്പിറൻസ്, അതായത് ഐസറിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, അവരോട് എന്ത് അഡ്വൈസ് ആണ് ആൽബർട്ടിന് പറയാനുള്ളത്? കാര്യം ആൽബർട്ടും തന്നെ ഐസറിൽ എത്തി റിസർച്ച് പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഐസറിൽ എത്തുന്നതാണ്. അപ്പൊ ആ ഒരു സ്റ്റേജസിലൂടെ ഒക്കെ പോയ ഒരാള് എന്നുള്ള രീതിയിൽ ആ ഒരു എക്സ്പീരിയൻസ്, അപ്പൊ എന്ത് അഡ്വൈസ് ആണ് അവർക്ക് വേണ്ടിയിട്ട് ആൽബർട്ടിന് പറയാനുള്ളത്?
ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് റിസർച്ച് ഫീൽഡിനെ കുറിച്ച് എന്താണ് PhD, എന്താണ് അതിനുള്ള സ്ട്രഗിൾസ് എന്നൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരേണ്ട ഒരു ഫീൽഡാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, കാരണം നമ്മുടെ വർഷങ്ങളും നഷ്ടമാകും. പക്ഷെ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ഒരു റിസർച്ച് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ +1 +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് റിസർച്ചിനെ കുറിച്ച് എങ്ങനെ കൂടുതൽ മനസ്സിലാക്കാനാണ് സാധിക്കുക? ശരിയാണ്. അത് 12ാം ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുക ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്കും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ ഐസറിലോട്ട് കയറി കഴിഞ്ഞ ശേഷം അവിടുന്ന് നമ്മൾ ഓരോ ലാബിൽ ചെന്ന് അവിടുത്തെ എക്സ്പോഷർ കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് റിസർച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം PhD ചെയ്യുക, എന്താ പറയുക, ഐസർ PhD ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് അത് വേറെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഇതിന് ശേഷം താല്പര്യമുള്ള മേഖലയിലേക്ക് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാം. പലപ്പോഴും നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവര് +2 പഠിക്കുമ്പോഴൊക്കെ റിയലി പാഷനേറ്റ് അബൌട്ട് റിസർച്ച് ആണോ എന്നുള്ളത് അറിയില്ല, അപ്പൊ ജോയിൻ ചെയ്യണോ ഐസറിൽ എന്നാണ് ചോദിക്കുക. അപ്പൊ പലപ്പോഴും അവർ മനസ്സിലാക്കാത്ത കാര്യം എന്ന് പറയുന്നത്, +2 പഠിക്കുമ്പോൾ റിയലി പാഷനേറ്റ് ടു ഡു സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ അത് ആർക്കും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. അത് ഐസറിൽ വന്നിട്ട് അത് ഒരു റിസർച്ച് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞ ശേഷം അതിന് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഐസർ തന്നെയാണ്. റിസർച്ച് എക്സ്പോഷർ എന്താണെന്ന് അറിയാൻ പറ്റിയ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഐസർ അല്ലെങ്കിൽ IISc ഇതുപോലത്തെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. റിസർച്ചിൽ നമുക്ക് പാഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ നമ്മള് 5 വർഷം ഐസർ തിരുവനന്തപുരത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ 5 വർഷം ഒന്നും കൂടെ നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ നമ്മൾ അതിലൊന്ന് റീലിവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? ആൻഡ് ആ 5 വർഷം ഒന്നും കൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറയാൻ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ 5ാമത്തെ വർഷം ചെയ്ത മേജർ പ്രൊജക്റ്റ് ഞാൻ 1ാമത്തെ വർഷം ചെയ്ത ഇന്റേൺഷിപ്പും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടോപ്പിക് ആയിരുന്നു. അപ്പോൾ 1ാമത്തെ വർഷവും 2ാമത്തെ വർഷവും ചെയ്ത ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. അപ്പം എനിക്ക് രണ്ടും ഒരേ ടോപ്പിക്കിൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന് ശേഷം PhDക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവർ എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പോൾ ബാക്കിയുള്ള ആസ്പിരൻസിന് എന്നെക്കാളും എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. അവർക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവും, അവരുടെ സ്കില്ലും ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിനുള്ളിൽ തന്നെ നമുക്ക് ഏത് ഫീൽഡിലാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ലാബിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും വർഷം നമ്മുടെ എക്സ്പീരിയൻസ് കൂടും, അത് PhDക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ തന്നെ ഒരു ലാബിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ആൽബർട്ട് ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് 2 ഓപ്ഷൻസ് ആണല്ലേ. ഒന്ന്, നമ്മൾ ഒരു ലാബിൽ ജോയിൻ ചെയ്ത് 5 വർഷം കഴിയുന്നത് വരെ ആ ലാബിൽ ആ സബ് ഫീൽഡിലും സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പൊ ആ ഒരു ലാബിൽ തന്നെ 4 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഏത് സബ് ഫീൽഡിലാണ് റിസർച്ച് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് ആ ഏർലി സ്റ്റേജിൽ തന്നെ ചിലപ്പം നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇപ്പം ആൽബർട്ട് പറഞ്ഞു ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്ത ടോട്ടലി ഡിഫറെന്റ് പ്രൊജക്റ്റിലാണ് 5th ഇയറിൽ മേജർ പ്രൊജക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് ഓരോ സെമിസ്റ്ററിലും ഓരോ ലാബിലും ഒന്ന് വർക്ക് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ഒരു മേഖല മനസ്സിലാക്കിയതിനു ശേഷം അതിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ 2 ഓപ്ഷൻസിൽ ഏത് അപ്രോച്ച് ആയിരിക്കും കൂടുതൽ നല്ലതെന്നാണ് ആൽബർട്ട് വിചാരിക്കുന്നത്? ഓക്കെ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് താല്പര്യം എന്ന് നിങ്ങൾക്കൊരു മുൻധാരണ ഉണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അഥവാ നിങ്ങൾക്ക് ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലാബിൽ 1-2 ലാബുകളിലൊക്കെ നിങ്ങൾക്ക് പോയി നോക്കി എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞ ശേഷം മാക്സിമം ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ലാബിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയാൽ അത്രയും നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടും, വീണ്ടും PhDക്ക് അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. പല കുട്ടികളും ഇപ്പൊ എന്നോട് ചോദിക്കാറുണ്ട്, അവര് +1 +2 പഠിക്കുന്ന കുട്ടികളാണ്. അവര് ചോദിക്കും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് +2 ഒന്നും പഠിക്കുന്നില്ല എന്നല്ല നമുക്കറിയാം. പക്ഷെ അവർക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഫീൽഡിനോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുണ്ട്. അതെങ്ങനെയാണ് ആ ഇഷ്ടം വരുന്നതെന്നുള്ളത് അറിയില്ല.
അപ്പം അങ്ങനെ ഒരു കുട്ടി ക്വാണ്ടം മെക്കാനിക്സിനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ട് അതെ. എന്നുണ്ടെങ്കിൽ ഏതൊരു അപ്രോച്ച് എടുക്കായിരിക്കും കൂടുതൽ നല്ലത്? ജസ്റ്റ് ഒരു ക്വാണ്ടം മെക്കാനിക്സ് ലാബിൽ തുടക്കം തൊട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണോ, അതോ ക്വാണ്ടം മെക്കാനിക്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേഗം ഫീൽഡ് മാറുന്നതാണോ നല്ലത്? ജസ്റ്റ് ഫസ്റ്റ് ഇയർ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വാണ്ടം മെക്കാനിക്സ് ലാബിൽ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞ് എന്താ പറയുക, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം, അത് വീണ്ടും ഫിഫ്ത്ത് ഇയർ വരെ കണ്ടിന്യൂ ചെയ്യാം, അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. താല്പര്യം ഇല്ലെങ്കിൽ മാറുന്നതായിരിക്കും നല്ലത്. എപ്പോഴും താല്പര്യമുള്ള ഫീൽഡ് തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുൻധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ പർട്ടിക്കുലർ ലാബിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ. പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പൊ ആൽബർട്ട് പറഞ്ഞ കഥയില് 10ാം ക്ലാസ്സിൽ ഒരു ക്യാമ്പിൽ നിന്നാണ് ഈ സയന്റിസ്റ്റ് ആവണം എന്ന് പറഞ്ഞ ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിലാണ് ഇപ്പം ആൽബർട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സയന്റിസ്റ്റ് ആയി ജീവിക്കുമ്പം എന്താണ് ആക്ച്വലി ആൽബർട്ടിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്? എങ്ങനെയാണ് ഓരോ ദിവസവും ലാബിൽ പോയിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ്, എന്താണ് എക്സൈറ്റ്മെന്റ് തരുന്നത് ആൽബർട്ടിന്? നിങ്ങൾക്ക് ഓരോ ദിവസവും പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയല്ല, പുതുതായിട്ട് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ നോളജ് അക്വയർ ചെയ്യുക. അതാണ് എന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു സംതിങ് ന്യൂ, നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും. അതാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ശേഷം അടുത്തത്, അങ്ങനെ നമ്മൾ അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. ഒരു സയന്റിസ്റ്റിന് വേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഒരു 3 ബെസ്റ്റ് ക്വാളിറ്റീസ് പറയാൻ പറഞ്ഞാൽ ആൽബർട്ട് എന്തായിരിക്കും പറയാ? ഒന്നാമത്തെ കാര്യം ക്യൂരിയോസിറ്റി തന്നെയാണ്. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു മോഹം ഉണ്ടാവും, നമുക്കത് PhD ഒരു വിരസത നമുക്ക് തോന്നില്ല. രണ്ടാമത്തത് പേഷ്യൻസ്. ലാബിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായാലും നമ്മൾ പേഷ്യൻ്റോടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തത് പെർസീവറൻസ് ആണ്. അത് നമ്മൾ എത്ര ഫെയിൽ ആയാലും വീണ്ടും കിട്ടും എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് വേണം. അത് 3 സയന്റിസ്റ്റിന് വേണ്ട 3 ക്വാളിറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ആൽബർട്ട് പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഒരു സയന്റിസ്റ്റിന്റെ ഒരു ജേർണിയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പൊ ഈ ഡൗൺസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകും. പക്ഷെ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരുന്നാൽ നമ്മുടെ വർക്കൊക്കെ അവിടെ കിടക്കും അല്ലെ? അപ്പൊ ആ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യുക? അതിന് പേഴ്സണലി ആൽബർട്ട് എന്താണ് അപ്പം ചെയ്യാറുള്ളത്? നമ്മൾ വർക്ക് പല സമയത്തും റോഡ് ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പോഴൊക്കെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാറുള്ളത്? ഒന്നാമത്തെ അതിൽ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ തോക്കുന്നത് എന്ന് ഞാൻ അറിയാൻ ശ്രമിക്കും. അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടാത്തത് എന്ന് അറിയാൻ ശ്രമിക്കും. ആ ഒരു ക്യൂരിയോസിറ്റി ജനറേഷൻ തന്നെയാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതാണ് എൻ്റെ മോട്ടിവേഷൻ. ഈ ഒരു ഫീൽഡിൽ ഇനി എന്താണ് ഇത്, ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനെ ഒരുപാട് പല ഓപ്ഷൻസ് വീണ്ടും കണ്ടുപിടിക്കുക, വീണ്ടും എന്തുകൊണ്ടാണ് ഇതാക്കുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റി തന്നെയാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. കേരളത്തില് +1 +2 കഴിയുന്ന ഒരു കുട്ടിയുടെ ഒരു ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗിന് പോവുക, അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് മലയാളികളായിട്ട് വരുന്ന സയന്റിസ്റ്റുകളുടെ എണ്ണവും ഭയങ്കര കുറവാണ്. സയൻസിൽ ഇപ്പം കേരളത്തിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ കുറവാണ്. വെസ്റ്റ് ബംഗാളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഇതുപോലത്തെ റിസർച്ച് ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കും മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിന്റെ ഇടയിൽ റിസർച്ചിലേക്ക് പോവാൻ അല്ലെങ്കിൽ റിസർച്ചിനോട് ഒരു താല്പര്യം കുറവ് കാണിക്കാനുള്ള ഒരു കാര്യം എന്നാണ് ആൽബർട്ടിന്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കി? ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവയർനെസ് ഇല്ല എന്ന് തന്നെയാണ്. കാരണം പാരൻസിനും പല സ്കൂളുകളിലെ ടീച്ചേഴ്സിനും ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് തന്നെയാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു സാധാ ഡിഗ്രി ആണെന്നാണ്. ഒരു സാധാ ഡിഗ്രിയാണ്, ഇതിന് ശേഷം എന്തോ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത് എന്ന്, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അവരറിയില്ല. അതിൽ നല്ലതൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്താൽ പോരെ എന്നൊരു ധാരണ തന്നെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് അവരെ വരാൻ പ്രേരിപ്പിക്കാത്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഐസർ ആസ്പിറൻസ് ആയിട്ടുള്ള ഓഡിയൻസിനോട് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ പറയാനുള്ള ഒരു സിംഗിൾ പീസ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ആൽബർട്ട് എന്തായിരിക്കും പറയാ? ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ശരിയായ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് റിസർച്ച് ആണ് നിങ്ങളുടെ പാഷൻ എങ്കിൽ ജസ്റ്റ് ഗോ അഹെഡ്. അതായത് നിങ്ങൾ അതിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുക, അത് തന്നെ നിങ്ങൾ പർസ്യൂ ചെയ്യുക. കാരണം ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു
അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ അക്കാഡമിക്കിലോട്ടൊക്കെ പോവുകയാണെങ്കിലും പ്രൊഫസർ ആവുകയാണെങ്കിലും ഇത്രയും റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് വേറെ ഇല്ല എന്നാണ്. അതായത് ടീച്ചിങ് ആണ് ഒരു നോബിൾ പ്രൊഫഷൻ, വൺ ഓഫ് ദി നോബിൾ പ്രൊഫഷൻ. ഇത്രയും റെസ്പെക്റ്റ് കിട്ടുന്ന വേറൊരു പ്രൊഫഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസും ആസ് വെൽ ആസ് ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു പ്രൊഫഷനുമാണ് ഈ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ റിസർച്ച് പ്രൊഫഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഇടയിലുള്ള ഈ ഒരു കോൺവെർസേഷൻ ഞാൻ പേഴ്സണലി ശരിക്കും എൻജോയ് ചെയ്തു. അത് ഒരുപാട് വാല്യുബിൾ ആയിരിക്കും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. ഇപ്പം ഇത്രയധികം സമയമെടുത്ത് ഐസറിനെ കുറിച്ചും PhD ലൈഫിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു.